ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദുബായ് ഫ്രെയിം കാണാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂവിലൊക്കെ നിന്നിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് നമ്മൾ കയറുന്നത്. നല്ല ഔട്ട്ഡോർ അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ അവിടെ UAE ചരിത്രം ഫുള്ള് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരു വലിയ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. താഴെ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നോ ഫസ്റ്റ് UAE അതിൻ്റെ ചരിത്രങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ ട്രഡീഷണൽ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ എല്ലാ അവർ ഉപയോഗിച്ചിരുന്നതും കാര്യങ്ങളും അതൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന് ഓരോന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ചില കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ഒരു മ്യൂസിക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ ആ ഒരു ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് വേണം നമ്മൾ ഈ ക്യൂവിൽ നിന്ന് നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ക്യൂ ആണ് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തിരക്കുണ്ട്. പിന്നെ അവരുടെ പരമ്പരാഗത രീതികൾ, അവരെങ്ങനെയാണ് ഇത്രയും ഡെവലപ്പായി കാര്യങ്ങളൊക്കെ പണ്ട് അവരെങ്ങനെയാണ് പഠിച്ചിരുന്നത്, കുറേ കാര്യങ്ങളിങ്ങനെ നല്ല ഭംഗിയായിട്ട് അവരിങ്ങനെ വിവരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ലിഫ്റ്റിനുള്ളിലോട്ട് പോകാനുള്ളൊരു ക്യൂ ആണിത്. അപ്പോൾ എല്ലാം ഡിസ്പ്ലേയിലുള്ള എല്ലാം കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ഓരോ ചുമരുകളും അതിൻ്റെ വാതിലുകൾ എല്ലാം നമുക്ക് ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. അവരുടെ ഡ്രസ്സ്, അവരുടെ ഓരോ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങൾ എല്ലാം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്ക് തന്നെ ഭയങ്കര അതിശയമാണ് ഇതൊക്കെ കാണുമ്പോൾ. ഭയങ്കര ഭംഗിയുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ രാജ്യത്തിൻ്റെ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് അവരുടെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും എല്ലാം ഇങ്ങനെ കാണിച്ചു തരാണ്. അവരുടെ ഡിസ്പ്ലേയിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വലിയ ഡിസ്പ്ലേ ആയിട്ട് UAE ചരിത്രം ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറേ ഇൻഫർമേഷൻ നമുക്ക് തന്നുകൊണ്ടാണ് നമ്മളെ ആ ലിഫ്റ്റിനുള്ളിലോട്ട് കയറുന്നത്. കാരണം UAE എന്തായിരുന്നു, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അവിടുത്തെ രാജാവ്, അവരുടെ പണ്ടത്തെ നമ്മുടെ എന്താ പറയുക ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഒക്കെ ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിശയിച്ച് നിന്ന് പോകും. കാരണം നല്ല ക്യൂ ഉണ്ട്, കണ്ടില്ല? എത്ര വിസിറ്റിങ്ങിന് വന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ലിഫ്റ്റിൽ കയറാൻ പറ്റി. ലിഫ്റ്റിലാകെ 10 പേരെ കയറ്റുന്നുള്ളൂ. ലിഫ്റ്റ് പൊങ്ങി തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയമാണ്. നല്ല ഭംഗിയാണ് താഴെ നോക്കുമ്പോൾ. എന്താ പറയുക, ദുബായിയുടെ ആ രാത്രിയുള്ള ബ്യൂട്ടി കാണാൻ അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും നൈറ്റ് വ്യൂ അത് സൂപ്പറാണ് ഈ ദുബായിയുടെ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബുർജ് ഖലീഫ, അവിടെയുള്ള എല്ലാ ബിൽഡിങ്സും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണാം. പിന്നെ നമ്മൾ കാല് വെക്കുന്നതേ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. അപ്പോൾ താഴെ നോക്കുമ്പോൾ അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴത്തേക്ക് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. പക്ഷേ അമ്മയൊക്കെ നല്ല സുന്ദരമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര പതുക്കെ നടക്കുന്നു. കാരണം താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കുറേ ഫോട്ടോസ് നമ്മളെടുത്തു. പിന്നെ അവിടെ തന്നെ ക്യാമറയിൽ നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് തരും. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. അതിന് ചെറിയൊരു എമൗണ്ട് നമ്മളവിടെ പേ ചെയ്യണം. പിന്നെ അങ്ങനെ കണ്ടോ വ്യൂ
കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ബുർജ് ഖലീഫയൊക്കെ ലൈറ്റിങ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം, അടിപൊളിയാണ്. അമ്മ അത് പറയായിരുന്നു, എന്തൊരു നല്ല വ്യൂ ആണ് കാണാൻ. അങ്ങനെ ഞാനിങ്ങനെ പതുക്കെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും പേടിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം അത്രയും ഹൈറ്റിലല്ലേ നിൽക്കുന്നത് കാണാൻ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി കുറച്ചുകൂടി നടക്കാനുണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അവരുടെ എല്ലാ ഹിസ്റ്റോറിക്കലും ഈ വാളിൽ ഇങ്ങനെ അവരിങ്ങനെ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്ക് കണ്ട് നമുക്കിങ്ങനെ പോവാം. ഇവിടെ നമ്മൾ ദുബായിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളത് മിസ് ചെയ്തു. നമ്മൾ ഇത്ര കാലമായെങ്കിലും നമുക്കിപ്പോഴാണ് വരാനുള്ളൊരു ടൈമായത്. ദുബായ് ഫ്രെയിം കാണുക എന്ന് പറയുമ്പോൾ പുറത്ത് നിന്ന് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും ഇൻസൈഡിൽ ഇത്രയ്ക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രയ്ക്കും നമുക്ക് കാണാനുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാവലിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നവർക്ക് അത്രയും അടിപൊളിയായിരിക്കും. ഈ ബിൽഡിങ് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ഹൈറ്റിലാണല്ലോ നമ്മൾ നിന്നത്, നമ്മൾ നടന്നത്. അത്ര അതിശയമായിരുന്നു ഈ ഒരു ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നെപ്പോലെ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ബൈ.